ക്യാബിൻ ഞാൻ കൈയടക്കിയതുകൊണ്ട് എന്നെ പോലും കൊല്ലാൻ അയാൾ മടിക്കില്ല. അന്യന്റെ കുഞ്ഞിനെ വളർത്താൻ ലോകത്ത് ഒരു ആണുങ്ങളും ആഗ്രഹിക്കത്തില്ല. കണ്ണന്റെ ഭാര്യയായിട്ട് മഹാറാണിയെ പോലെ മോൾക്ക് ഇവിടെ ജീവിക്കാം. ഹലോ, അങ്ങനെ മഹാലക്ഷ്മിയിൽ ഒരു ഞെട്ടിക്കുന്ന വാർത്ത നമ്മുടെ മഹാലക്ഷ്മി അറിയുകയാണ്. എന്താണത്? മഞ്ജു പറയുന്നുണ്ട്, എന്റെ ആങ്ങളയുടെ കസേരയിൽ ഞാനിപ്പോ ഇരിക്കുന്നത് കാരണം എന്നെ പോലും ഇല്ലാതാക്കാൻ ശത്രുക്കൾ ശ്രമിക്കും ചേച്ചി, അതുകൊണ്ട് ഞാനും സൂക്ഷിച്ചേ മതിയാവൂ എന്ന് നമ്മുടെ ലേഖയോടും മഹാലക്ഷ്മിയോടും എടത്തിനോടും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മഹാലക്ഷ്മി ആകെ ഞെട്ടി നിൽക്കുവാട്ടോ. ഇത്ര നാളും തങ്ങളെ മാത്രം കൊല്ലുള്ളൂ എന്നുള്ള ഒരു ധാരണയിലായിരുന്നു. ഇപ്പോൾ ദാ മഞ്ജുവും അപകടത്തിലാണെന്ന് നമ്മുടെ മഹാലക്ഷ്മി അറിയുകയാണ്. അപ്പുറത്ത് നമ്മുടെ മുത്തശ്ശിയും പ്രതാപനും കൂടെ ഒരു കൂട്ടം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മഹാലക്ഷ്മി പോയതിന്റെ സന്തോഷത്തിൽ കണ്ണനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് ഈ ഒരു കുന്ന് പലഹാരങ്ങളൊക്കെ കണ്ണന് കൊടുത്തിട്ട് നമ്മുടെ സ്വാതിയും അവിടെ താമസാക്കിയിട്ട്, അപ്പൊ സ്വാതിയുടെ അടുത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി മോള് വേണം കണ്ണന്റെ ഭാര്യയായിട്ട് ഇവിടെ മഹാറാണിയായിട്ട് വാഴാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്വാധീനെയും സോപ്പിട്ട് ചാക്കിലാക്കി കണ്ണനെയും കണ്ട് രണ്ട് പഞ്ചാര വർത്താനങ്ങളൊക്കെ പറഞ്ഞ് കണ്ണനെയും ചാക്കിലാക്കിയാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തി പോരുവാട്ടോ. കണ്ണനാരാ മോൻ അല്ലെ? കാത്തിരുന്നതിനെ കനോട്ടപ്പെടുത്തിയൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. വേറെ മലയാളി സൈനിങ് ഓഫ്.